ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. തെരുവോര കച്ചവടത്തിനെതിരെ വ്യാപാരികൾ കടയടച്ച് തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. നാളെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലാണ് സമരം. രാവിലെ 10 മുതൽ 12 വരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പരിസരത്ത് തന്നെ 5ഓളം പച്ചക്കറി കടകളുണ്ട്. അതിലിവിടുത്തെ ഏറ്റവും പഴയൊരു കടയാണ് തോപ്പിൽ എന്ന് പറഞ്ഞാൽ ആൾ നിർത്തി ലോട്ടറി കച്ചവടം നടത്തി കൂൾബാർ നടത്തി നോക്കി. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഒരു വഴിയോര കച്ചവടം നിരോധനം ഏർപ്പെടുത്തണം. പക്ഷെ അവർ പൂർണ്ണമായും ഒഴിവാക്കിയില്ലെങ്കിലും എല്ലാവരും ഇവർക്ക് ID കാർഡുണ്ട്, തിരിച്ചൽ കാർഡുണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ചൽ കാർഡ് എന്ന് പറയുമ്പോൾ എവിടെയും കൊണ്ടുപോയി കച്ചവടം ചെയ്യാനല്ല, അവരെ വെൻഡിങ് സോൺ തീരുമാനിച്ചുകൊണ്ട് പുനരുദ്ദേശിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ടൗണിൻ്റെ റോഡിൽ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴുമുള്ള ആവശ്യം മൂവാറ്റുപുഴയിൽ ഒന്ന് റോഡുമായി ബന്ധപ്പെട്ട് ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായിട്ടിരിക്കുകയാണ്. MC റോഡ് വെള്ളറുക്കുന്ന മുതൽ PO വരെ. അപ്പോൾ ഇവിടെയുള്ള പല വ്യാപാരികളും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. കാരണം വഴിയിൽ വിൽക്കുന്ന മെയിൻ കച്ചവട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും സ്നാക്സും സവാള അടക്കം ചീഞ്ഞു പോകുന്ന സാധനങ്ങൾ. ഇന്ന് വെച്ചാൽ 2ൻ്റെ അന്ന് ചീഞ്ഞു പോകും. എന്നാൽ ഹോൾസെയിലറൊക്കെ മേടിച്ചതിൻ്റെ കാശ് കൊടുക്കണം. ഇന്നലെ ഇവിടുത്തെ വെള്ളറുക്കുന്നൊരു പച്ചക്കറി വ്യാപാരി 17 ലക്ഷം രൂപ ഇവിടുത്തെ ഒരു ഒത്ത വ്യാപാരിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അടുത്ത കാലത്തൊന്നും കൊടുത്തു തീർക്കൽ നടക്കൂല, ആത്മഹത്യ ചെയ്യേണ്ട എന്ന് പറഞ്ഞ ആൾ വെളുറുക്കുന്നവരെയുണ്ട്. ആരോഗ്യപരമായും കുടുംബപരമായൊക്കെ പ്രശ്നങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇന്നലെ പഴക്കാപ്പള്ളിയിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പഴക്കാപ്പള്ളി പായപ്പറ പഞ്ചായത്ത് വഴിയോര നിരോധിത മേഖലയായിട്ട്, കാരണം അവിടെ വണ്ടി ഇടിച്ച് ഒരാൾ മരണപ്പെടുകയും ചെയ്തതുകൊണ്ട് അവിടെ പഞ്ചായത്തിൻ്റെ ഉത്തരവ് ഇറങ്ങും. വഴിയോര കച്ചവട നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പഴക്കാപ്പള്ളി ഇടും. ഇത്രയും വലിയൊരു ടൗണിൽ ഈ ഏറ്റവും വലിയ തിരക്കായ നമ്മുടെ ഈ സ്റ്റേഡിയം ജംഗ്ഷനിൽ വരെ 5 വണ്ടിയും 4 വണ്ടിയും അവർ ഒന്നിച്ചിട്ടിട്ടാണ്. ഒരു വണ്ടിയിൽ ഉള്ളി, ഒരു വണ്ടിയിൽ സവാള. വലിയ പ്രശ്നങ്ങളാണ്. കാരണം അത് സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയാണ് നമുക്ക് അവിടെ ഇറങ്ങിച്ചത്. അങ്ങനെയല്ല, തൊടുപുഴയിൽ നിന്നുള്ളതും പിന്നെ പല പല മുതലാളിമാരുടെ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റു പോണത്. നേരെ മുമ്പിൽ പ്രസ് ക്ലബിൻ്റെ അപ്പുറത്ത് ലൈബ്രറി ബിൽഡിങ്ങിൽ ഇരിക്കുന്ന അവരുടെ എല്ലാം വൈകുന്നേരം ആകുമ്പോൾ പശുവിന് കൊടുക്കണ അവസ്ഥയില പച്ചക്കറി അടക്കം. അത് വലിയ ഒരു ഗൗരവമുള്ളൂ. ഇപ്പോൾ കോതമംഗലത്തും പെരുമ്പാവൂരും കോലഞ്ചേരിയിലും തൊടുപുഴയിലും ഒന്നും അവർ വഴി കച്ചവടം അനുവദിക്കണില്ല. നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആളുകളാണ് വാഹനങ്ങളിലും ഉന്തുവണ്ടികളിലും സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത്. സ്ഥലം നിശ്ചയിച്ച് അവിടങ്ങളിൽ മാത്രം വ്യാപാരം നടത്താൻ അനുമതി നൽകണം. നഗരവികസനവുമായി ബന്ധപ്പെട്ട് പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വികസനത്തിന്റെ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം വ്യാപാരികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഏറെയാണ്. വൻ വാടകയും ശമ്പളവും നികുതികളും മറ്റും നൽകി വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളിൽ കച്ചവടമില്ലാതെ വലയുകയാണ്. അതോടൊപ്പം മുനിസിപ്പൽ കെട്ടിടങ്ങൾക്ക് അമിതമായി ചാർത്തിയിരിക്കുന്ന വാടക വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല. വ്യാപാരികളുടെ മേൽ പുതിയതായി കനത്ത തൊഴിൽ നികുതിയും മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് കാണിച്ച് മുനിസിപ്പൽ സെക്രട്ടറിക്ക് വ്യാപാരികൾ സമർപ്പിച്ചിരുന്ന നിവേദനത്തിന് യാതൊരു മറുപടിയും നാളിതുവരെ ലഭിച്ചിട്ടില്ലെന്നും അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. കനത്ത തൊഴിൽ നികുതിയും വാടകയും നൽകി ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളും സംഘടിപ്പിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികളുടെ സ്ഥാപനങ്ങളുടെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വഴിയോര കച്ചവടം നടത്തുന്ന പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല തെരുവോര സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്ത് ചോദിച്ചാലും പ്രതികരണമില്ലാത്ത രീതിയിലോട്ട് മൂവാറ്റുപുഴ നഗരസഭ മാറിയതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ വ്യാപാരികളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ യാതൊരുവിധ സഹകരണവും ലൈസൻസും തൊഴിൽ നികുതിയും കെട്ടിട നികുതിയൊക്കെ അടക്കുന്ന ഞങ്ങൾക്ക് കിട്ടാണ്ട് പോകുമ്പോൾ ആ ഒരു നീതിക്ക് വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് നാളെ ഞങ്ങൾ നടത്തുന്നത്. അത് മൂവാറ്റുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങളും തെരുവിൽ കച്ചവടം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെ വണ്ടികളിലും സാധനങ്ങൾ വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നാളെ വിൽക്കാനൊരു ശ്രമത്തിലും, അത് കഴിഞ്ഞാൽ ഞങ്ങളും ഇനി കടകൾ അടച്ചിട്ടുകൊണ്ട് വണ്ടിയിൽ കച്ചവടം ചെയ്യാനുള്ള അവസ്ഥയിലോട്ട് മൂവാറ്റുപുഴ ടൗൺ ഞങ്ങൾ മാറില്ല, ഞങ്ങൾക്ക് മാർഗമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു സൂചന സമരമാണ് നാളെ. അതായത് കടയിൽ നിന്ന് തെരുവിലേക്ക് എന്ന രീതിയിലാണ് ഞങ്ങൾ സമരം. നാളെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾ പെട്ടിവണ്ടിയിലും ഉന്തുവണ്ടിയിലൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സമരവും കൂടിയാണ് നാളെ. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KA ഗോപകുമാർ, ട്രഷറർ KM ഷംസുദ്ദീൻ, എൽദോസ് പാലപ്പുറം, ബോബി നെല്ലിക്കൽ എന്നിവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.